Yes, good evening to all of you. കേൾക്കാൻ പറ്റണല്ലേ? Good evening, sir. Okay. Good evening, sir. Good evening. Okay. Let us start today's class. Okay. നമുക്ക് ഇന്ന് സാധാരണ പോലെ സിനോണിംസും ആന്റണിംസും തരാം. നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ സിനോണിംസിലെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നിങ്ങള്. ശ്രീകുമാർ. Good evening. Srikumar is an invertebrate liar. Srikumar എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ഓക്കെ. പാട്ടൊന്നല്ല മോനെ, ഇത് അമ്മ പഠിക്കുന്നുണ്ട്. ഓക്കെ. അല്ല, സിനോണിംസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രീകുമാർ ഈസ് ആൻ ഇൻവെർട്രേറ്റ് ലയർ. ശ്രീകുമാർ ഈസ് ആൻ ഇൻവെർട്രേറ്റ്. INVERTRATE. അപ്പൊ ഇൻവെർട്രേറ്റ് ലയർ, LIAR. ലയർ എന്ന് പറഞ്ഞാൽ നുണയൻ അല്ലെ? ശ്രീകുമാർ ഒരു ഇൻവെർട്രേറ്റ് ആയിട്ടുള്ള ലയർ ആണ്. ഇൻവെർട്രേറ്റ് എന്ന ആ വാക്കിന്റെ അതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം, അതായത് അതിന്റെ സിനണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇഫക്റ്റീവ്. അതിന് ഇൻവെർട്രേറ്റ് എന്ന ആ വാക്കിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻവെർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ, അല്ലെങ്കിൽ പഴക്കം ചെന്ന, അടിയുറച്ച, സ്ഥിരമായി ചെയ്യുന്ന എന്നൊക്കെയാണ് ഇൻവെർട്രേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്. അപ്പൊ അതിന്റെ സിനണിം ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കും? ഒന്ന് ഇഫക്റ്റീവ്, EFFECTIVE. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഫലപ്രദമായ അല്ലെങ്കിൽ ഫലവത്തായ. അപ്പോ ഇൻവെർട്രേറ്റ് എന്നുള്ളതിന്റെ സിനണിം അല്ല ഇഫക്റ്റീവ്. ഓപ്ഷൻ ബി ഹാബിച്വൽ, HABITUAL. ഹാബിച്വൽ മീൻസ് സ്ഥിരമായ അല്ലെങ്കിൽ ശീലമായ. ഓപ്ഷൻ സി ഫ്രീക്വന്റ്, FREQUENT, ഫ്രീക്വന്റ്. ഓപ്ഷൻ ഡി ഫെമിലിയർ, FAMILIAR, ഫെമിലിയർ, പരിചിതമായ. അപ്പൊ ഇൻവെർട്രേറ്റ് എന്നുള്ളതിന്റെ സിനണിം ഹാബിച്വൽ എന്ന വേർഡാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഹാബിച്വൽ. ഇൻവെർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വേർഡിന്റെ മീനിങ് ശരിക്കും മനസ്സിലാക്കണം. പഴക്കം ചെന്ന അല്ലെങ്കിൽ അടിയുറച്ച, ശീലമായ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹാവിങ് എ ഹാബിറ്റ് ഓഫ് ഫേർമലി ഫിക്സ്ഡ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സിനണിം ഓഫ് കൈൻഡ് ഹാർട്ടഡ്. കൈൻഡ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ആ വാക്കിന്റെ മീനിങ്. കൈൻഡ് ഹാർട്ടഡ്, ദയാലുവായ അല്ലെ? അപ്പൊ കൈൻഡ് ഹാർട്ടഡ് എന്ന ആ വാക്കിന്റെ സിനണിം ഇതില് 4 ഓപ്ഷനിൽ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓപ്ഷൻ ഞാൻ വായിക്കാം. ഫസ്റ്റ് വൺ ഇതാണ്, ബിഗമി, BIGAMY.
സോറി, ബിഗമി. ഓപ്ഷൻ 1 അതാണ് ബിഗമി. ബിഗമി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ നിങ്ങൾ ദ്വിഭാര്യത്വം അല്ലെങ്കിൽ ദ്വിഭർത്തൃത്വം, 2 ഭാര്യമാരുള്ള അവസ്ഥ അല്ലെങ്കിൽ 2 ഭർത്താക്കന്മാരുള്ള അവസ്ഥയാണ് നമ്മൾ ബിഗമി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ഹാവിംഗ് 2 wives or 2 husbands at the same time. അപ്പോ കൈൻഡ് ഹാർട്ടഡ് എന്നുള്ളതിന്റെ സിനോണിം അതല്ല. നെക്സ്റ്റ് അടുത്ത ഒന്ന് ബെനവളന്റ്, BENEVOLENT. ബെനവളന്റ് എന്ന് പറഞ്ഞാൽ കൃപാലുവായ, ദയവുള്ള. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എങ്കിലും മറ്റു 2 ഓപ്ഷനും കൂടി നമ്മളൊന്ന് വായിച്ചു നോക്കണം, നന്നായിരിക്കും. ഓപ്ഷൻ സി ഇതാണ് ബൈഫർക്കേറ്റ്. അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമോ? ബൈഫർക്കേറ്റ്, BIFURCATE. BIFURCATE. ബൈഫർക്കേറ്റ് എന്ന് പറഞ്ഞാൽ വിഭജിക്കുക അല്ലെങ്കിൽ ശാഖകളായി പിരിയുക. ഡിവൈഡ് into 2 branches. രണ്ടാക്കുക തന്നെയാ PG. ഡിവൈഡ് into 2 parts. 2 ഭാഗങ്ങളായി പിരിയുക. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഡി കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഓരോ ഓപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങളുടെ വൊക്കാബുലറിക്ക് ഒരു വൊക്കാബുലറി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതുകൊണ്ട്. ഓപ്ഷൻ ഡി ഇതാണ് ബിലിംഗ്വൽ, BILINGUAL. ബിലിംഗ്വൽ. ബിലിംഗ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ്വിഭാഷിയായ, അതായത് നോയിങ് 2 languages, 2 ഭാഷകൾ അറിയാവുന്ന. ദ്വിഭാഷിയായ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ബിലിംഗ്വൽ ഡിക്ഷണറി. എന്താണ് ബിലിംഗ്വൽ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ? ബിലിംഗ്വൽ ഡിക്ഷണറി ഇപ്പൊ ഇംഗ്ലീഷ് വേർഡ്സ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദിയിലും മലയാളത്തിലും ഡിഫൈൻ ചെയ്യുന്ന ഡിക്ഷണറീസ് ഉണ്ട്. അങ്ങനെയുള്ള ഡിക്ഷണറിയാണ് നമ്മൾ ബിലിംഗ്വൽ ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പോ ശ്രദ്ധിക്കാം, കൈൻഡ് ഹാർട്ടഡ് എന്നുള്ളതിന്റെ സിനോണിം ബെനവളന്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് മാനിഫെസ്റ്റ്. MANIFEST, മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് അഡ്ജക്റ്റീവായിട്ടും അതുപോലെ വെർബായിട്ടും ഉപയോഗിക്കും. മാനിഫെസ്റ്റ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് തെളിവായ അല്ലെങ്കിൽ പ്രകടമായ, ക്ലിയർ ഓർ പ്ലെയിൻ. അത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് സ്പഷ്ടമാക്കുക അല്ലെങ്കിൽ തെളിവാക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. ഇപ്പൊ മാനിഫെസ്റ്റ് എന്നുള്ളതിന്റെ സിനോണിം ഇതിൽ ഏതാണെന്ന് നിങ്ങൾ പറയാം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, ഒന്ന് കസ്റ്റം, CUSTOM. കസ്റ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ കസ്റ്റം എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ്? കസ്റ്റം ബിഹേവിയർ എന്ന് നമുക്ക് പറയാം. പിന്നെ കൾച്ചർ, ആചാരം എന്നൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് ഓപ്ഷൻ ബി ഇതാണ് ഡിസ്പ്ലേ.
ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? പ്രദർശിപ്പിക്കുക. ഓപ്ഷൻ സി ഹംബിൾ, HUMBLE. ഹംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹംബിൾ, എളിയ. മൈ ഹംബിൾ റിക്വസ്റ്റ് അല്ലേ? ഓപ്ഷൻ ഡി സോഫ്റ്റ്, SOFT. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്, മൃദുലമായ. അപ്പോ മാനിഫെസ്റ്റ് എന്നത് ഒരു വെർബാണ്. അതിന്റെ സിനണിം ഇതിലേതായിരിക്കും? കസ്റ്റമാണോ? ഡിസ്പ്ലേ, ഹംബിൾ, സോഫ്റ്റ്. ഡിസ്പ്ലേ. സജിത് രാജ്, you are right. The answer to this question is option B. Option B ആണ് റൈറ്റ് ആൻസർ. ഡിസ്പ്ലേ ആണ് ശരിയായ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഒസ്റ്റന്റേഷ്യസ്, നല്ലൊരു വേർഡാണ്. ഒസ്റ്റന്റേഷ്യസ്, OSTENTATIOUS. ostentatious. ostentatious means എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ostentatious എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന്. അപ്പൊ ostentatious എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ostentatious എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം കാണിക്കുന്ന അല്ലെങ്കിൽ ആഡംബരമായ, or intended for display. അതിന്റെ സിനണിം ഏതാണ്? 4 ഓപ്ഷൻ വായിക്കാം. ഒന്ന് ഷോയി, നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, SHOWY. ഷോയി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ള ആളുകളെ പൊങ്ങച്ചഭാവത്തിൽ കാണിക്കുന്ന എന്നാണ് ഷോയി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. മറ്റൊന്ന് ബി റിസർവ്ഡ്, RESERVED. റിസർവ്ഡ് എന്താണെന്നറിയാം? കരുതി വച്ച, or set aside for a particular purpose. ഓപ്ഷൻ സി ഇതാണ്, chaotic, CHAOTIC. chaos എന്ന് പറഞ്ഞാൽ സങ്കീർണത അല്ലെങ്കിൽ കുഴപ്പം. അതിന്റെ അഡ്ജക്റ്റീവ് ആണ് chaotic. chaotic എന്ന് പറഞ്ഞാൽ സങ്കീർണമായ അല്ലെങ്കിൽ കുഴപ്പം നിറഞ്ഞ, കൺഫ്യൂസ്ഡ്. ഓപ്ഷൻ ഡി ഇതാണ്, മെത്തേഡിക്കൽ, METHODICAL. മെത്തേഡിക്കൽ. മെത്തേഡിക്കൽ മീൻസ് അക്കോർഡിംഗ് ടു എ മെത്തേഡ് അല്ലെങ്കിൽ ക്രമമായ. അപ്പൊ ostentatious എന്ന വാക്കിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ostentatious എന്ന് പറഞ്ഞാൽ ഷോയി. പൊങ്ങച്ചം. ഷിജിൻ വർഗീസ്, യു ആർ റൈറ്റ്. പൊങ്ങച്ചം കാണിക്കുന്ന. നമ്മളൊരു വേർഡ് പറയുമ്പോ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോ, അത് അഡ്ജക്റ്റീവ് ആണോ അല്ലെങ്കിൽ നൗൺ ആണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. OUS എന്ന ആ 3 അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വേർഡ്സ് മുഴുവൻ മിക്കവാറും അഡ്ജക്റ്റീവ്സ് ആയിരിക്കും. ജലസ്, എന്താ ജലസ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ്? ജലസ്. അസൂയ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജലസിയാണ്. ധന്യ, ജലസിയാണ് അസൂയ. ജലസ് എന്ന് പറഞ്ഞാൽ അസൂയയുള്ള. ഓക്കെ,
അപ്പോ ഞാൻ അടുത്ത 5th ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാം. സൂയയുള്ള തന്നെയാ, ശരിയാണ്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ഇതാണ്. ദ സിനോണിം ഓഫ് ODS. ODIOUS. നല്ലൊരു വേർഡാണ് അത്. ODIOUS. ODS. ODS എന്ന വാക്കിന്റെ മീനിങ് റിപ്പൾസീവ് ഓർ ഹെയ്റ്റ്ഫുൾ. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വെറുപ്പ് ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ കുൽസിതമായ. ODS മീൻസ് വെറുപ്പ് ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പ് ഉളവാക്കുന്ന, കുത്സിതമായ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. അതിന്റെ സിനോണിം ഇതിൽ ഏതായിരിക്കും? ഞാൻ ഓപ്ഷൻ വായിക്കാമെന്ന്. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ടതില്ല. അപ്പൊ ODS സിനോണിം ബ്യൂട്ടിഫുൾ അല്ല. മറ്റൊന്ന് വണ്ടർഫുൾ. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ, അതുമല്ല. ഓപ്ഷൻ സി ഹെയ്റ്റ്ഫുൾ. ഹെയ്റ്റ്ഫുൾ. ഓപ്ഷൻ ഡി cheerful. CHEERFUL. ഇതിൽ ഏതായിരിക്കും, ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഹെയ്റ്റ്ഫുൾ ആണ് ശരിയായ ആൻസർ. Then once again I tell you, സിനോണിംസിലെ ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇൻവെർട്ടറേറ്റ് അതിന്റെ സിനോണിമാണ് ഹാബിച്വൽ. കൈൻഡ് ഹാർട്ടഡ് അതിന്റെ സിനോണിമാണ് ബെനവളൻസ്. പിന്നെ മാനിഫെസ്റ്റ് അതിന്റെ സിനോണിമാണ് ഡിസ്പ്ലേ. അടുത്തത് ostentatious. ostentatious അതിന്റെ സിനോണിമാണ് ഷോയി. odious അതിന്റെ സിനോണിമാണ് ഹെയ്റ്റ്ഫുൾ. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് ആന്റണിംസിലേക്ക് കിടക്കാം. അതുകൂടി പറയട്ടെ. ഞാനൊരു ക്വസ്റ്റ്യന്റെ രൂപത്തിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആന്റണിം ഓഫ് ദ വേർഡ്. യെസ് രമ്യ പി. ആന്റണിം ഓഫ് ദ വേർഡ് YELL. നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? YELL. എൽ എന്ന് പറഞ്ഞാൽ മെയ്ക്ക് എ ഷിൽ ക്രൈ. അലറുക അല്ലെങ്കിൽ നിലവിളിക്കുക, കൂക്കി വിളിക്കുക എന്നൊക്കെ നമുക്ക് അതിന് മീനിങ് പറയാം. എൽ. അതിന്റെ ആന്റണിം അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഒന്ന് ഓപ്ഷൻ എ ക്രൈ. ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക, അത് എല്ലിന്റെ ഒരു സിനോണിമാണ്. ഓപ്ഷൻ ബി റോർ. ROAR. റോർ എന്ന് പറഞ്ഞാൽ അലറുക. മറ്റൊന്ന് ഓപ്ഷൻ സി ഇതാണ്, വിസ്പർ. WHISPER. വിസ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക. ടു സ്പീക്ക് സംതിങ് ഇൻ എ ലോ വോയിസ്. ഓപ്ഷൻ ഡി ഏതാണ്? സ്പീക്ക് ഔട്ട്. സ്പീക്ക് ഔട്ട്, തുറന്നു പറയുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 ഓപ്ഷനില് എൽ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? വിസ്പർ അല്ലേ? നിമിഷ, യു ആർ റൈറ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വിസ്പർ. അപ്പൊ എൽ എന്നുള്ളതിന്റെ ആന്റണിം ഏതാണ്?
whisper. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഓപ്പോസിറ്റ് ഓഫ് വെർനാക്കുലർ, VERNACULAR. നല്ലൊരു പദമാണത്. വെർനാക്കുലർ. വെർനാക്കുലർ എന്ന് പറഞ്ഞാൽ വെർനാക്കുലർ ലാംഗ്വേജ് നമ്മൾ പറയും മാതൃഭാഷ എന്നാണ് അതിന്റെ, നാട്ടുഭാഷ അല്ല, മാതൃഭാഷ. സജിത് രാജ്. അല്ലെങ്കിൽ സ്വഭാഷ. നമ്മുടെ വെർനാക്കുലർ ലാംഗ്വേജ് ഏതാ? മലയാളം. അപ്പോ നമ്മുടെ വെർനാക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് അല്ലെ? ഇപ്പൊ വെർനാക്കുലർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ഫോറിൻ, FOREIGN. ഫോറിൻ. ഫോറിൻ എന്ന് പറഞ്ഞാൽ അറിയാം, വൈദേശികമായ. അപ്പോ അതെ, ഫോറിൻ ആണ് അതിന്റെ ഓപ്പോസിറ്റ്. പിന്നെ മറ്റ് 2-3 ഓപ്ഷൻ കൂടി, 3 ഓപ്ഷൻ കൂടി ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒന്ന് ഇൻഡിജിനസ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. INDIGENOUS. ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായ ഭാഷയെ നമുക്ക് ഇൻഡിജിനസ് ലാംഗ്വേജ് എന്ന് പറയാം. ഓപ്ഷൻ സി നാറ്റീവ്, NATIV. നാറ്റീവ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായ. മറ്റൊന്ന് നൺ ഓഫ് ദീസ് എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോ വെർനാക്കുലർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഫോറിൻ എന്ന വേർഡാണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളുടെ നിങ്ങൾക്ക് പറയാം. യെസ് നിമിഷ, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. സിദ്ധാർത്ഥ്. വിസ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് ഇൻ എ ലോ വോയിസ്. നമ്മൾ ഈ പെറുപെറുക്കുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് വിസ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ വായിക്കാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കാം. ഹി ബിഹേവ്സ്, BEHAVES. He behaves in a most uncouth way. ഈ uncouth എന്ന വേർഡ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. He behaves in a most uncouth way. ചോദ്യം ഇതാണ്, ആന്റണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. ഈ അടിവരയിട്ട വാക്കിന്റെ ആന്റണിം ഏതാണ്, ഓപ്പോസിറ്റ് ഏതാണ്? അപ്പൊ അൺകൗത്ത് എന്ന ആ വാക്കിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അൺകൗത്ത് മീൻസ് ഇൻഡീസെന്റ് അല്ലെങ്കിൽ അഗ്ലി, മര്യാദയില്ലാത്ത, വൃത്തിഹീനമായ, അസന്മാർഗികമായ എന്നൊക്കെ നമുക്ക് പറയാം. uncouth. അപ്പോ uncouth എന്നുള്ളതിന്റെ ആന്റണിം ഇതിൽ ഏതാണ് എന്ന് നിങ്ങൾ പറയാം. ഒന്ന് ഓപ്ഷൻ എ ബാഡ്. അത് മോശമായ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ടതില്ല. നെക്സ്റ്റ് എലഗന്റ്, ELEGANT. എലഗന്റ് എന്ന് പറഞ്ഞാൽ സുന്ദരമായ അല്ലെങ്കിൽ രമണീയമായ, ഗ്രേസ്ഫുൾ. ആന്റണിമാണ് ചോദിക്കുന്നത്. ആന്റണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ് അൺകൗത്ത്. അൺകൗത്ത് എന്ന വാക്കിന്റെ ആന്റണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിനണിം അല്ല. അപ്പൊ പലരും ഇവിടെ എഴുതി കാണിച്ച് ഓപ്ഷൻ എ ആണെന്ന് എഴുതി കാണിച്ചു. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് യുവേഴ്സെൽഫ്. ഇപ്പോ എലഗന്റ് എന്ന വേർഡാണ് അൺകൗത്ത് എന്നുള്ളതിന്റെ ആന്റണിം. യെസ് കൃഷ്ണ, എന്തോ ശരിയാണ്. നെക്സ്റ്റ് 2 ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പറയാം.
ഓപ്ഷൻ സി റൂഡ് എന്ന വേർഡാണ്. RUDE റൂഡ്. റൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൂഡ്. പരുക്കനായ അല്ലെ. മറ്റൊന്ന് എംബറാസിങ്. EMBARRASSING എംബറാസിങ്. സ്വപ്ന ആംഗ്രി അല്ല, റൂഡ് എന്ന് പറഞ്ഞാൽ പരുഷമായ. ഓപ്ഷൻ ഡി ഇതാണ് എംബറാസിങ്. EMBARRASSING. എംബറാസിങ് മീൻസ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പം നിറഞ്ഞ. കൺഫ്യൂസിങ് എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. അപ്പോ അൺകൗത്ത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ഈ 4 ഓപ്ഷനില് എലഗന്റ് എന്ന വേർഡാണ്. എലഗന്റ്, ഗ്രേസ്ഫുൾ അല്ലെങ്കിൽ രമണീയമായ, സുന്ദരമായ. യെസ് അജിത്ത്, യു ആർ റൈറ്റ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആന്റണിം ഓഫ് ദ വേർഡ് ടോർമെന്റ്. TORMENT. ടോർമെന്റ് എന്ന വേർഡ് നിങ്ങൾ കേട്ട് കാണും. ടോർമെന്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് അതൊരു നാമം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ യാതന അല്ലെങ്കിൽ വ്യഥ, ദുഃഖം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പീഡ എന്നൊക്കെ നമുക്ക് പറയാം. അത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹിംസിക്കുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക. ടോർമെന്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് അതാണ്. അപ്പൊ അതിന്റെ ആന്റണിം ഈ 4 ഓപ്ഷനിൽ ഏതാണെന്ന് നിങ്ങൾ പറയാം. ഞാൻ ഓരോന്ന് വായിക്കാം. ഒന്ന് റിലീവ്. RELIEVE. റിലീവ്. റിലീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആശ്വാസം ലഭിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് പറയാം ടോർമെന്റ് എന്നുള്ളതിന്റെ ഒരു ആന്റണിമാണ് റിലീവ്. മറ്റൊന്ന് റിലീസ്. RELEASE. റിലീസ്. മറ്റേ ഓപ്ഷൻ സി ഇതാണ് റിസീഡ്. RECED. റിസീഡ്. റിസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻവാങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. ടു ഗോ ബാക്ക്വേർഡ്സ്. ഓപ്ഷൻ ഡി റെസ്റ്റ് ആണ്. REST. റെസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. when this word is used as a noun, റെസ്റ്റിന്റെ മീനിങ് വിശ്രമം. അത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ വിശ്രമിക്കുക എന്നർത്ഥമാണ് കിട്ടുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടോർമെന്റ് എന്ന വാക്കിന്റെ ആന്റണിം റിലീവ് എന്ന ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ദി ആന്റണിം ഓഫ് ദ വേർഡ് tedious. TEDIOUS. ഈ TDS എന്ന വാക്കിന്റെ ആന്റണിം ഏതാണെന്ന് പറയണം. അപ്പൊ TDS എന്ന് പറഞ്ഞാൽ മടുപ്പും ക്ഷീണവും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിരസമായ, മൊണോട്ടണസ് ഓർ ടയർസം എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് നിങ്ങൾ പറയാം. ഓപ്ഷൻ എ ഒന്ന് ഡൾ. DULL. ഡൾ. ഡൾ എന്ന് പറഞ്ഞാൽ വിരസമായ. TDSന്റെ ഏതാണ്ട് ഒരു മീനിങ് ഉള്ളൊരു വേർഡാണ്. അപ്പൊ അതല്ല. ഓപ്ഷൻ ബി റിലാക്സ്ഡ്. RELAXED.
റിലാക്സ്ഡ്. റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അയഞ്ഞ അല്ലെങ്കിൽ മുക്തമായ. മറ്റൊന്ന് ഓപ്ഷൻ സി ഇതാണ്, ടിമിഡ്. TIMID, ടിമിഡ്. ടിമിഡ് എന്ന് പറഞ്ഞാൽ ഭയന്ന അല്ലെങ്കിൽ ധൈര്യഹീനമായ, ധൈര്യമില്ലാത്ത. ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റിംഗ്. INTERESTING, ഇൻട്രസ്റ്റിംഗ്. അപ്പോ TDS എന്നുള്ളതിന്റെ ആന്റണിം ഇതിൽ ഏതായിരിക്കും? TDS. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ പറയാം. ഒന്ന് ഓപ്ഷൻ ബി പറയാം, ഓപ്ഷൻ ഡിയും പറയാം ഒരു പരിധി വരെ. പക്ഷെ ഇവിടെ TDS എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള ആന്റണിം റിലാക്സ്ഡ് എന്ന വേർഡാണ്. റിലാക്സ് അല്ല, റിലാക്സ്ഡ്. RELAXED. സിദ്ധാർത്ഥ്, റൈഡർ എന്ന വേർഡിന്റെ മീനിങ് സിദ്ധാർത്ഥ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? റൈഡർ, RIDER. റൈഡർ ഈസ് എ പേഴ്സൺ ഹു റൈഡ്സ്. റൈഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ റൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആന്റണിംസ് കൂടി നിങ്ങൾക്ക് തന്നു, അതൊന്നും കൂടി നിങ്ങളോട് പറയാം. എൽ എന്നുള്ളതിന്റെ ആന്റണിമാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ വിസ്പർ. മറ്റൊന്ന് വെർനാക്കുലർ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫോറിൻ. പിന്നെ അൺകൗത്ത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് എലഗന്റ്. മറ്റൊന്ന് ഫോർത്ത് വണ്ണതാണ് ടോർമെന്റ്. ടോർമെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് റിലീവ്. ഫിഫ്ത്ത് വൺ TDS. TDS എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് റിലാക്സ്ഡ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ല എല്ലാവർക്കും? യെസ്, ഓക്കെ. ദെൻ ഞാനൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വല്ല ഈ ഗ്രാമർ എന്ന് പറയുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു പുതിയ ഒരു സംഭവം നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഏതെങ്കിലും നിങ്ങൾക്ക് ടഫസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, ഞാനതിപ്പോ ഡിസ്കസ് ചെയ്യാം. ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഓക്കെ, ധന്യ PG. ഓക്കെ, അപ്പോ ധന്യ ആദ്യം ചോദിച്ചു തന്നെ ആദ്യം ഞാൻ പറയാം. ടൈപ്സ് ഓഫ് സെന്റൻസസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഇപ്പോ സെന്റൻസുകളെ നമുക്ക് പ്രധാനമായിട്ട് 4 വിഭാഗമായി തിരിക്കാം. അതായത് സെന്റൻസിന്റെ മീനിങ് അല്ലെങ്കിൽ അർത്ഥം അനുസരിച്ചിട്ട് സെന്റൻസുകളെ നമുക്ക് 4ആയി തിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. നിങ്ങൾ എഴുതി വെച്ചോ എവിടെയെങ്കിലും. ASSERTIVE, അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. DECLARATIVE, ഡിക്ലറേറ്റീവ്. അസർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്താണെന്ന് ആദ്യം അതിന്റെ പേര് നിങ്ങൾ മനസ്സിലാക്കാം, ഡിനോമിനേഷൻ മനസ്സിലാക്കാം. ഒന്ന് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. രണ്ടാമത്തേത് ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കാം. IMPERATIVE, ഇംപെരേറ്റീവ് സെന്റൻസ്.
യെസ്, സജിത് രാജിന് അറിയാവുന്നതാണ്. പക്ഷെ ഒരാൾ എന്നോട് സംശയം ചോദിച്ചു, അതിന്റെ പേരിൽ ഞാൻ പറയണതാണ്. നെക്സ്റ്റ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. INTERROGATIV. ക്വസ്റ്റ്യൻസ് പറയാം. പിന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസ്, EXCLAMATORY, എക്സ്ക്ലമേറ്ററി. ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയാവുന്നതായിരിക്കും. But somebody has asked me something about this. അപ്പോൾ അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ്. അതെ, എ സെന്റൻസ് ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെന്റ്. അമ്പിളി, യു ആർ റൈറ്റ്. അതിനെ ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ദെൻ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്പിളി തന്നെ പറയാം. ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു കമാൻഡോ അല്ലെങ്കിൽ ഒരു ഓർഡർ എന്നിവ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഈ സെന്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇമ്പറേറ്റീവ് സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അതില് ഒരു വെർബിലാണ് അത് തുടങ്ങുന്നത്. നമ്മൾ പറയാറില്ല ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് ആൻ ഓർഡർ. അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ്. ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരൂ. അതൊരു റിക്വസ്റ്റ് ആണ്. അതുപോലെ പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ. അതുപോലെ നമ്മൾ വിഷ്, നമ്മൾ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ സെന്റൻസുകളെയും ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. മേ ഗോഡ് ബ്ലസ് യു, അതാണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, imperative sentences are sentences which expresses command, a request or a wish. In all imperative sentences, the subject is often left out. There will be no subject at all. The subject is always you. Subject എപ്പോഴും you എന്ന വേർഡ് ആയിരിക്കും. നെക്സ്റ്റ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. റൈറ്റ് കെയർഫുള്ളി. കൃഷ്ണേന്ദു, റൈറ്റ് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും ഒരു നിർദ്ദേശമായിട്ട് പറയാവുന്നതായിരിക്കാം. റൈറ്റ് എന്ന വേർഡ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അല്ല, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. യെസ് സിദ്ധാർത്ഥ്, റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ഓരോ ഇതിലായിട്ട് നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഒരാളുടെ സംശയത്തിന് ആൻസർ പറയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ 4 kinds ഓഫ് സെന്റൻസസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ സംശയങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇൻട്രോഗേഷൻ മീൻസ് interrogate. That is an English word. That is also a verb in English. Interrogate means question, ചോദ്യം ചെയ്യുക. Interrogate ചോദ്യം ചെയ്യുക. ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യൽ. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. 2 തരത്തിലാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഇംഗ്ലീഷിലുള്ളത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൂ, വാട്ട്, വിച്ച്, വെൻ, വൈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് കൊണ്ട് തുടങ്ങുന്ന വാക്യങ്ങളുണ്ട്. അങ്ങനെയുള്ള വാക്യങ്ങളെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മുടെ
ഓക്സിലിയറി വെർബ്സ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുന്ന വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു കം വിത്ത് മീ? ഡു യു കം വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ? നിങ്ങൾക്ക് അതിന് ഒന്നുകിൽ വരുന്നെങ്കിൽ നമുക്ക് യെസ് എന്ന് പറയാം, വരുന്നില്ല എങ്കിൽ നോ എന്ന് പറയാം. ഉണ്ടോ? അപ്പോ യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ കൊടുത്താൽ തൃപ്തിപ്പെടാവുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആരംഭിക്കുന്നത് തന്നെ ഓക്സിലിയറി വെർബ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഇപ്പൊ ഓക്സിലിയറീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളെ മടുപ്പിക്കാനോ ബോറടിപ്പിക്കാനോ വീണ്ടും ഒന്നുകൂടി പറയണതല്ല. എന്താ ഓക്സിലിയറി വെർബ്സ്? How many auxiliary verbs are there in English? Shijin Varghese, are you able to tell me or explain to me the number of auxiliary verbs in English? A, the, no. That is definite and indefinite articles. എന്താണ് ഓക്സിലിയറി വെർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ്? ഇന്റലിജന്റോ? യെസ്, സ്വപ്ന പറഞ്ഞത് ശരിയാണ്. സ്വപ്ന എന്നല്ലേ പേര്? അപ്പൊ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്നായിരിക്കും. നോക്കാം, ഓക്സിലിയറി വെർബ്സ് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ 24 ഓക്സിലിയറി വെർബ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. 24 ഓക്സിലിയറി വെർബ്സ് ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം ഞാൻ പറയാണ്. ഒന്ന് ബി എന്ന് നിങ്ങൾ ഓർക്കാം, BE. ആ ബി എന്നുള്ള വെർബിന് 5 ഫോംസ് ഉണ്ട്. ആ ഫോംസ് ആണ് ആം, ഈസ്, ആർ, വാസ്, വേർ. ഏതൊക്കെയാണത്? ആം, ഈസ്, ആർ, വാസ്, വേർ. അടുത്തത് ഡു എന്ന വെർബിന്റെ ഓക്സിലിയറി വെർബിന്റെ ഫോംസ് ആണ് ഡു, ഡസ്, ഡിഡ്. അല്ലേ? നെക്സ്റ്റ് ഹാവ് എന്ന ഒരു ഓക്സിലിയറി ഉണ്ട്. ഹാവ്, ഹാസ്, ഹാഡ്. എത്രയായി? ആം, ഈസ്, ആർ, വാസ്, വേർ. അല്ലേ? ഡു, ഡസ്, ഡിഡ്. ഹാവ്, ഹാസ്, ഹാഡ്. 11 ഓക്സിലിയറി വെർബ്സ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇവയാണ് നമ്മൾ പ്രൈമറി ഓക്സിലിയറി വെർബ്സ് എന്ന് പറയുന്നത്. അതായത് in our day-to-day life we are always using this auxiliaries. അതുകൊണ്ടാണ് അവയെ നമ്മൾ പ്രൈമറി ഓക്സിലിയറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ്, അല്ല ഇതിന്റെ ആ ഒരു കാറ്റഗറൈസേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് മനസ്സിലാക്കാൻ. നോക്കാം, അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ മോഡൽ ഓക്സിലിയറീസ് ആണ്. മോഡൽ ഓക്സിലിയറീസ് എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതിലാദ്യം തന്നെ നിങ്ങൾ ക്യാൻ എന്ന് ആലോചിച്ചാൽ മതി. CAN, ക്യാൻ. അതിന്റെ മീനിങ് എന്തും ആയിക്കോട്ടെ, നമുക്ക് പിന്നീട് പറയാം. ക്യാൻ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. അടുത്തത് മേ. എസ് പ്രവീണ, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ്. ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അടുത്താണ് ഷാൽ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഷുഡ്. അടുത്തത് വിൽ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. നെക്സ്റ്റ് മസ്റ്റ്, MUST. ഓക്സിലിയറി ആയിട്ട്
അതിന് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാറില്ല. ചില സാഹചര്യങ്ങളിൽ ഹാഡ് ടു എന്ന് ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ഓക്സിലിയറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇംഗ്ലീഷിൽ. അപ്പോ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, പിന്നെ മസ്റ്റ്, നെക്സ്റ്റ് നീഡ്, NEED, നീഡ്, പിന്നെ യൂസ്ഡ് ടു, USED, യൂസ്ഡ് ടു, ആൻഡ് ought to, OUGHT, ought to. അപ്പോ പ്രൈമറി ഓക്സിലിയറീസും സിദ്ധാർത്ഥ് കേൾക്കാൻ പറ്റണല്ലേ? അപ്പൊ നമ്മുടെ പ്രൈമറി ഓക്സിലിയറീസും മോഡൽ ഓക്സിലിയറീസും ചേർത്താൽ 24 ഓക്സിലിയറി വെർബ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. നമ്മൾ ഇൻട്രോഗേറ്റീവ് ഓർ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഇതുപോലെ പ്രൈമറി ഓക്സിലിയറീസ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലിയറീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു സെന്റൻസിന്റെ ആദ്യം തന്നെ നിങ്ങൾ ഓക്സിലിയറി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ കഴിയും. അപ്പോ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്താണെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലെയിം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? എക്സ്ക്ലെയിം, ആശ്ചര്യപ്പെടുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുക. എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതം. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവായി ആശ്ചര്യം ജനിപ്പിക്കുന്ന, അല്ലേ? അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യമോ അല്ലെങ്കിൽ അത്ഭുതമോ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. എ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് സർപ്രൈസ് ഓർ എക്സ്ക്ലമേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ആൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്നത്. യെസ്, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുടെ ഇപ്പൊ ചോദിക്കാം. ഷോയിങ് സൈൻ ഓഫ് എക്സ്ക്ലമേറ്ററി ഓഫ് ലാസ്റ്റ് സെന്റൻസ്. ടെൻസസ് ഷിതിൻ വർഗീസ് പറയാം. പക്ഷെ അത് നമുക്ക് കുറച്ച് ഇറ്റ് വിൽ ടേക്ക് സം മോർ ടൈം. ഡൗട്ട് ചോദിക്കാൻ സമയമായി. ഓക്കെ, റിജോ ഡൗട്ട് ചോദിക്കാൻ സമയമായി എന്ന് പറയുന്നത്. ഇനിയിപ്പോ അവരുടെ ഡൗട്ട്സ് എന്താണെന്ന് ചോദിക്കട്ടെ. യെസ്, ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഫസ്റ്റ് സിനിമ പറയാം. ഓ, ഫസ്റ്റ് സിനോണിം അല്ലേ? ഫസ്റ്റ് സിനോണിം എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറേറ്റ്, INVERTERATE. ഇൻവെർട്ടറേറ്റിന്റെ സിനോണിം ആണ് ഹാബിച്വൽ. സിദ്ധാർത്ഥാണോ ഇപ്പൊ സംശയം ചോദിച്ചത്? ഓക്കെ, സിദ്ധാർത്ഥന്റെ നാട് എവിടെ? പുഞ്ചവയല്. ഓ, പുഞ്ചവയല്. എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയണെങ്കിൽ കേൾക്കാമായി. എവിടെ? മുണ്ടക്കയം. ഏത് ഡിസ്ട്രിക്ട്? മുണ്ടക്കയം. ഓ യെസ്, ഓക്കെ. യെസ്, ഓക്കെ. ഇനി അടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ടെൻസസ് അടുത്ത ക്ലാസ്സിൽ നല്ലതായിരുന്നു. ഇന്ന് റൈൻ ഫയർ നോക്കിയിട്ട് മൊത്തം ഡൗട്ടാ. ടെൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ സാർ.
ഫുൾ ടെൻസ് പറഞ്ഞോ. ഒറ്റ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുമോ? എനിക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടെൻസ് ആദ്യം ഒറ്റ മുതൽ ക്ലാസ്സിൽ നമുക്ക് പറയാം. ഞാൻ പറയട്ടെ, നിങ്ങള് അതിന്റെ ഡിഫിക്കൽട്ടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ടെൻസ് എന്ന് പറയുന്ന സംഭവം ഒരു ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറയാം, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല, ഒരു എല്ലാം ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 4 മാസമായിട്ട് ഇവിടെ കയറിയിട്ട്. അപ്പം ലാസ്റ്റ് കുറച്ച് ഇത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അല്ല, ടെൻസ് നമ്മൾ ആദ്യ ക്ലാസ് മുതൽ അതിന്റെ തന്നെ ഫോം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു അതിന്റെ തരുന്നതായിരിക്കും. ആ ഫോം ഒന്ന് ഒറ്റ ഇതില് കിട്ടുമായിരുന്നെങ്കിൽ ഒരുമിച്ച് എഴുതി വെക്കായിരുന്നു വെച്ചിട്ട്. തീർച്ചയായിട്ടും ഞാൻ അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ടെൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞുതരാം. ഒരു ക്ലാസ് കൊണ്ട് പറ്റില്ല. ടെൻസ് നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിപ്പിക്കും. ശ്രദ്ധിക്കുക, നിങ്ങള് ടെൻസ് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, ടെൻസ് എത്ര ടെൻസ് ഉണ്ടെന്നും ആ ടെൻസിന്റെ സ്ട്രക്ചർ എന്താണെന്നും അതിലെ പാസീവ് വോയിസിലെ നമ്മൾ ഒരു ടെൻസ് ആക്റ്റീവ് വോയിസിൽ ഒരു വാക്യത്തെ എങ്ങനെ പാസീവ് വോയിസ് ആക്കി മാറ്റാം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ക്ലാസ് നമുക്ക് ഇതിനു വേണ്ടി വരും. അപ്പൊ അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സാവധാനത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരിക്കും നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ എടുത്താൽ മതി. സിഗ്നൽസും കിട്ടണം സാറേ. പറഞ്ഞോ. ഇതേപോലെ കേട്ടില്ല. ഇതേപോലെ സിനോണിംസും കിട്ടണമെന്ന്. യു ഹാവ് ടു സീ വൺ ഫാക്ട്. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് തരുന്ന സംഭവം സിനണിംസ് ആൻഡ് ആന്റണിംസ് ആണ്. അത് ഞാൻ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന്നൊരു വൊക്കാബുലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട സാധനം ഒന്ന് ടെൻസ് ആണ്, മറ്റൊന്ന് ഓക്സിലിയറി വെർബ്സിന്റെ ഓരോന്നിന്റെ ഉപയോഗം. ഇതാണ് ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. ചോദിച്ചോളൂ. പറയാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കണില്ല. അതിനിടയ്ക്ക് 11 പ്രൈമറി 11 പ്രൈമറി ഓക്സിലിയറീസ്. നെക്സ്റ്റ് അപ്പൊ മോഡൽ ഓക്സിലറീസ് അപ്പൊ 13 വേണ്ടേ? 13 ഇല്ലേ? 12 പറഞ്ഞിട്ടുള്ളൂ. ഒന്നുകൂടെ അത് പറയാൻ പറ്റുമോ? ഒന്നുകൂടി പറയാം. Can, could, may, might, shall, should, will, would, must, need, dare, D-A-R-E, and dare, used to, and ought to. ഓക്കെ സാർ. ഓക്കെ, ഡയർ സാർ പറഞ്ഞു. ഡയർ ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആരാ സംശയം ചോദിച്ചത്? പേര് പറയൂ. ലിജ. ഓ, ലിജ. എവിടെ? ഓ, കണ്ണൂരാണ് സാർ. കണ്ണൂർ. ഓക്കെ. ഓക്കെ, താങ്ക് യു. അല്ല, ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. കാരണം നിങ്ങൾ ഈ സംശയങ്ങൾ ചോദിച്ചാലേ നമുക്ക്, ഞാൻ ഇവിടെ ക്ലാസ് നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യൂസ്ഡ് ടു, ought to, അതിന്റെ ഇത് ഡെയർ എന്നാണോ? DARE. ഒരു കാര്യം ചെയ്യാം, ഈ ഓക്സിലിയറി വെർബ്സിന്റെ ഓരോന്നിന്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ സാർ. നിങ്ങളുടെ സംശയങ്ങളാണ് എനിക്ക് ആദ്യം കേൾക്കേണ്ടത്. ഓക്കെ സാർ. ധന്യ പറവൂരാണോ വീട്? ഞാൻ പറവൂരാണ്. ധന്യയുടെ വീട് എവിടെയാ? ആലുവ. ഓക്കെ. ആലുവ എവിടെയാ? നെടുമ്പാശ്ശേരി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ എന്നൊക്കെ നിങ്ങൾ ഓരോ ക്ലാസ്സിൽ ചോദിക്കാം.
അത് ഓരോ ഇതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെൻസ് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമുക്ക് ടൈം എടുക്കേണ്ടി വരും. പെട്ടെന്ന് അത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്ലാസ്സിലോ പറഞ്ഞു തരാൻ പറ്റില്ല. പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. നമ്മൾ പറയില്ലേ സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദി റേസ്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം എടുത്ത് തന്നെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സംശയം എന്ന് വെച്ചാൽ അത് ചെയ്യാം. എന്നായിരിക്കും സാറിന്റെ ക്ലാസ്? റിപ്പോർട്ട് ലിസ്റ്റ് പറയാം. വേണമല്ലേ? ഞാൻ നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ് എന്റെ ക്ലാസ്. ഓക്കെ സാർ. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോ. നിങ്ങൾ എന്തെങ്കിലും മറ്റു സംശയങ്ങളുടെ വാട്സാപ്പ് ചെയ്ത് എന്നോട് ചോദിച്ചോ. സാർ മോക്ക് ടെസ്റ്റ് കിട്ടി തുടങ്ങിയില്ലല്ലോ. ഓ, മോക്ക് ടെസ്റ്റ് അത് പുതിയ ന്യൂ അഡ്മിഷൻ ആണോ? സാർ അത് അഡ്മിനോട് ചോദിച്ചിട്ടും അറിയില്ല, എന്താ ചെയ്യണ്ടേ? എന്തോ മോക്ക് ടെസ്റ്റിന്റെ കാര്യേ അഡ്മിനോട് ചോദിച്ചിട്ടും അറിയില്ല എന്നാ പറഞ്ഞു. ആരോട് ചോദിച്ചു? അഡ്മിനോട് ചോദിച്ചിട്ടേ. അഡ്മിൻ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാന്നാ പറഞ്ഞ, പക്ഷെ അവരും പറയണില്ല എന്താ സംഭവം. അതെ, അത് അടുത്ത ദിവസം പറയാ തന്നെ. ഓക്കെ സാർ ആർക്കും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു മോക്ക് ടെസ്റ്റ് ഇപ്പം. അതെനിക്ക് അവരോടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് അത് പെട്ടെന്ന് അങ്ങനെ എക്സംബറി ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറയാം നിങ്ങളോട്. നെക്സ്റ്റ് ഡേ എന്താണെന്ന് വെച്ച് ചെയ്യാം. താങ്ക് യു സാർ. കുറെ നാളായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. വ്യാഴാഴ്ച കാണാം. നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭംഗിയായിട്ട് ചോദിക്കുക. വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ.